ഇന്നത്തെ പ്രിപ്പറേഷൻ ബീഫ് കറിയാണ്. ഇതിനായിട്ട് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കഴുകി മാറ്റിയ ബീഫിലേക്ക് മാരിനേഷൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ ചേർക്കാം. ആദ്യം ചേർക്കുന്നത് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ചേർക്കുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻസ് ചേർത്ത് ബീഫ് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കുക. മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കുക. മാരിനേഷന് ശേഷം കുറഞ്ഞത് 30 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് മാറ്റി വിനാഗിരി ഒഴിക്കുക. പ്രത്യേക വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഊർന്നിറങ്ങും. കുക്കർ അടച്ച് 4-5 വിസിൽ വേവിക്കുക. തനിയെ ആവി പോകുന്നത് വരെ മാറ്റിവെക്കുക. അടുത്തതായിട്ട് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുക. ശേഷം ചട്ടിയിലേക്ക് കൊച്ചുള്ളിയും സവാളയും പച്ചമുളകും ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. സവാള കൊച്ചുള്ളിയും നന്നായി ഇളക്കി ചേർത്ത് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉള്ളി ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ വഴറ്റുക. ഉള്ളി നന്നായി മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് മുളക് പൊടി ചേർക്കുക. പച്ചമുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരിയും സാദാ മുളകും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളറാണ് വേണമെങ്കിൽ കാശ്മീരി ചേർക്കുന്നതാണ് നല്ലത്. ശേഷം പച്ച മല്ലിപ്പൊടി ചേർക്കുന്നു. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം കുക്കറിൽ വേവിക്കുന്നതിന് മുന്നേ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് കുരുമുളക് പൊടി ചേർത്തതാണ്. അപ്പം അതിൽ കുറച്ച് നമ്മളിപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഈ ടൈമിൽ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. ഉള്ളിയിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ബീഫ് ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. തീ കുറച്ച് അടച്ചു വെച്ച് 10-15 മിനിറ്റ് വേവിക്കുക. ചാറ് കുറുകി ബീഫ് നല്ലപോലെ വെന്ത് വരാനാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. കറിവേപ്പില ചേർത്ത് തീ ഓഫാക്കുക. ടേസ്റ്റി ബീഫ് കറി റെഡി.